കേരളത്തിൽ പലപ്പോഴും അഭിനയത്തിന്റെ അപ്രഭാവളികളിൽ അഭിനയിച്ചു കഴിയുന്ന പല ആളുകളും അവർ അതിന് കൃത്യമായിട്ടുള്ള ഒരു വേലിക്കെട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. ആ വേലിക്കെട്ടുകൾ അവർ നിർണയിക്കുന്ന അഭിനേതാക്കളും അവർ നിർണയിക്കുന്ന നിറങ്ങളും അവർ നിർണയിക്കുന്ന അതിർവരമ്പുകളുമായിരുന്നു. പക്ഷേ ഓരോ മനുഷ്യരുടെയും ഹൃദയാന്തരങ്ങളിൽ ആപതിച്ചിരിക്കുന്ന അഭിനയത്തോടുള്ള അഭിനിവേശം അത് മൂടിവെക്കാനുള്ളതല്ല. തനിക്കിട്ടും പണിതിരിക്കുന്ന വേലിയെ തട്ടിത്തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അഭിനയ ലോകത്ത് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനേകായിരം കലാകാരന്മാർക്ക് ഒരു വഴി വെട്ടിത്തെളിച്ച പ്രിയങ്കരനായ സന്തോഷിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമസ്കാരം. ഇവിടേക്ക് വരാൻ സാധിച്ചതിനും എല്ലാവരെയും കാണാൻ സാധിച്ചതിനും വളരെ സന്തോഷമുണ്ട്. 2011 സിനിമയിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 14 വർഷത്തിനിടയിൽ പലതരത്തിലുള്ള ഉദ്ഘാടനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ജിമ്മിന്റെ ഉദ്ഘാടനം ലൈഫിൽ ആദ്യമായിട്ടാണ് നടത്തുന്നത്. അപ്പോ ഇതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് മനസ്സിലായി. ഹലോ സാർ, എന്റെ പേര് സയ്യാങ്കണി. ഞാനും സാറിനെ വളരെയേറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കൊരേ ഒരു ചോദ്യം സാറിനോട് ചോദിക്കാനുണ്ട്. സാർ സ്വയം നിർമ്മിച്ച് അഭിനയിച്ച് കിട്ടുന്ന സിനിമയിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ കൊണ്ട്, അതുപോലെ തന്നെ നിരവധിയായ സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കിട്ടുന്ന ആ വരുമാനം കൊണ്ട് അനവധി ചാരിത്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അനേക പരമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് ചെയ്യാനുള്ള ഒരു പ്രചോദനം ജീവിതത്തിൽ നിന്നൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് ഒന്ന് അറിഞ്ഞുകൊള്ളാമെന്നുണ്ട്. മുമ്പ് സർക്കാർ സർവീസിലായിരുന്നു. നിങ്ങളുടെ ജില്ലയിൽ വർക്ക് ചെയ്തിട്ടില്ലല്ലോ. അപ്പോ അന്നും എനിക്ക് കിട്ടുന്നതിന്റെ ഒരു പങ്ക് ഞാൻ ചാരിറ്റിക്ക് ചെലവഴിച്ചിട്ടുണ്ട്. എനിക്ക് എന്റെ അച്ഛൻ പഠിപ്പിച്ച ഒരു തിയറിയാണ്, നമുക്ക് എന്ത് കിട്ടുകയാണെങ്കിലും നമ്മുടെ ആവശ്യം കഴിഞ്ഞ് അത് മറ്റവർക്ക് കൊടുക്കണം. അച്ഛൻ ഉദ്ദേശിച്ചത് ഒരു 10 ലക്ഷം രൂപ കൈ കിട്ടുകയാണെങ്കിൽ 5 ലക്ഷം രൂപ ഈ ലോകത്ത് അടിച്ചു കൊടുത്ത് എന്തൊക്കെയാണോ നമുക്ക് നന്നായി എല്ലാം ചെയ്യുക. ആ പരിചയം വൈകി നമുക്ക് വരെ ഉണ്ടാവും. മറ്റേ 5 ലക്ഷം നമുക്ക് ഏറ്റവും അർഹതയെന്ന് തോന്നുന്ന ആളുകൾക്ക് നേരിട്ട് പോയി കൊടുക്കുക. ഇതാണ് എനിക്ക് എന്റെ അച്ഛൻ പഠിപ്പിക്കുന്ന തിയറി. എന്ത് കിട്ടിയാലും അതിനെ അർഹിക്കുന്നുള്ളത് കരുതണം. 10,000 രൂപയാണെങ്കിൽ 5,000 ഞാൻ അർഹിക്കുന്നു, 5,000 അർഹതയില്ല എന്ന് കരുതുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ജോലി വരുന്ന സമയത്ത് അത്യാവശ്യം ചാരിറ്റികൾ ചെയ്തത്. ജനങ്ങൾക്ക് ചാരിറ്റിയായിട്ട് തോന്നുന്നതാണ്. സന്തോഷപ്പെട്ടിട്ട് കിട്ടുന്നതിന്റെ ഒരു പങ്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അന്നു മുതൽ സത്യം പറഞ്ഞാൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ ദിവസം വരെയും സിനിമയിൽ നിന്നോ ആദ്യത്തെ സിനിമ കുറച്ചുകൂടെ ഏവറേജിനാണ് പോയത്. ആദ്യത്തെ സിനിമ വലിയ ലാഭമായിരുന്നു. അതിനുശേഷം മലയാളി ഹൗസ് എന്ന പരിപാടി 26 ലക്ഷം രൂപയാണ് എനിക്ക് കിട്ടി. ഞാൻ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായാലും മറ്റുള്ളവരുടെ സിനിമയിലെ അഭിനയിക്കാൻ കിട്ടും. അപ്പോ ഈ കിട്ടുന്ന അല്ലെങ്കിൽ ഇത്രയും ഇന്നോവേഷൻ ഏത് സ്ഥലത്ത് ഞാൻ ഇന്നോവേഷൻ ചെയ്തിട്ടുണ്ടോ ഈ പറയുന്ന പോലുള്ള വേണം ചോദിച്ച പോലുള്ള ചില ചാനൽ ഷോകൾ എത്രയോ ഷോകളിൽ പോയി ഈ ചാനൽ ഷോകളിലെല്ലാം കിട്ടിയ മുഴുവൻ പണവും യഥാർത്ഥത്തിൽ സന്തോഷം എടുത്തിട്ടില്ല, എല്ലാം നിങ്ങൾ കൊടുക്കുകയും കൂടുതലായിരുന്നു. വളരെ സത്യസന്ധമായിട്ടുള്ളത് 40,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജോലി ആരംഭിക്കുന്നു സിനിമയിൽ വരുന്നതിന് മുമ്പ്. അപ്പൊ എനിക്ക് ആ ഭക്ഷണത്തിനും ഈ ജിയോക്ക് വണ്ടിയുടെ ഈ മൊബൈലിന്റെ ചെലവും പിന്നെ വണ്ടി ഞങ്ങൾ ഓഫീസിൽ ഞങ്ങൾക്ക് വണ്ടിയുണ്ട്. അപ്പൊ എനിക്ക് ഞാൻ രാവിലെ പോയി എന്റെ വണ്ടി അവിടെ വെക്കുന്നു, ബാക്കി പോകുന്നൊക്കെ എന്റെ ജീപ്പിൽ പോകുന്നു, തിരിച്ച് എന്റെ വണ്ടി എന്റെ വീട്ടിൽ വരുന്നു. വീടടുത്തൊക്കെ തന്നെയായിരുന്നു. ഒരുപാട് എനിക്ക് ഭയങ്കര എക്സ്പെൻസ് ഒന്നുമില്ല, പിന്നെ കണ്ണു തന്നെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ പൈസ ചെലവില്ല. അപ്പൊ അന്ന് കിട്ടിയ പൈസ ഭൂരിഭാഗവും ഞാൻ ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്തിരുന്നു. ആ ഫിക്സഡ് ഡിപ്പോസിറ്റ് കിട്ടുന്ന പലിശ കൊണ്ടാണ് സന്തോഷപ്പെട്ട് ഇന്ന് വരെ ഇന്ന് പിന്നെ എന്റെ വീട്ടിൽ ഇവിടെ വന്നത് ആ പലിശക്കാണ്. ഇവിടുന്ന് കിട്ടുന്ന ഒരു പൈസ ഉണ്ടെങ്കിൽ 10 രൂപയാണെങ്കിലും ഏതെങ്കിലും വാക്കുകൾ കൊടുക്കും. ഇപ്പൊ ചിലപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് പ്രോഗ്രാംസ് കിട്ടിക്കോ. അപ്പൊ നമുക്ക് സാധാരണ രീതിയിൽ ഞാൻ കുറെ ആദിവാസി മേഖലയിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നു, അറിയുന്നറിയില്ല, നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അധികം ഒന്നുകിൽ കുട്ടികളെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അതിന്റെ വക്കിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് പശുക്കുട്ടി, കോഴിക്കുട്ടി, ആട്ടുകുട്ടി, തയ്യൽ മിഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഓട്ടോറിക്ഷ എല്ലാം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പൊ ഞാൻ 2-3 ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ
പോകാം. കാരണം എനിക്ക് കണ്ടിന്യൂസ്ലി പോകാൻ കിട്ടുന്നത്. അത് കുറച്ച് പരിപാടികൾ കൂടുതൽ ചെയ്യാൻ മാത്രമേ കേട്ടോ പ്രശ്നമല്ല. സെക്കൻഡ് വാങ്ങിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് 2-3 പ്രോഗ്രാമൊക്കെ കിട്ടിയാൽ ഞാൻ ഓട്ടോറിക്ഷ വാങ്ങിച്ചു. ചിലപ്പോൾ തീരെ പ്രോഗ്രാംസ് കിട്ടാറില്ല. ആ സമയത്ത് നമ്മൾ കിട്ടുന്ന എന്താണ് ഇപ്പോ കട്ടിലോ കിടക്കിയോ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളെ ചെയ്യുന്നത്. കൂടുതൽ വർക്കുകൾ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ലാപ്ടോപ്പ് പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് കുറേ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. 2011 ഞാൻ ശരിക്കും ചിന്തിച്ചിരുന്നു എന്നെ കൂടെ അധികം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ദൈവം കൂടെ ഉണ്ടായിരുന്നു. ഒന്ന് വരെ അത്യാവശ്യം പരിപാടികൾ കിട്ടുകയും കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. അന്ന് പഠിപ്പിച്ച പല കുട്ടികളും IAS ആയാലും നഴ്സിംഗ് ആയാലും അന്ന് ഞാൻ 9 വയസ്സുള്ള ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നുവെങ്കിൽ ഇന്ന് ആ കുട്ടി ഒരു 23 വയസ്സുള്ള കുട്ടിയാണ്. ഇന്ന് അത്യാവശ്യം ഞാൻ പഠിപ്പിക്കുന്ന എല്ലാ കുട്ടികളോടും പറയുന്നത് മെറിറ്റിൽ തന്നെ കിട്ടണം. അല്ലാതെ ഏതെങ്കിലും തട്ടിമുട്ടി പോയി എനിക്ക് ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ സന്തോഷമായിട്ട് 5 ലക്ഷം തരും എന്ന് പറയാൻ ഞാൻ അംബാനിയുടെ മോനൊന്നും അല്ല. അത്ര പോലെ ചെയ്യാൻ പറ്റാണ്ട് പിന്നെ ഇപ്പോഴത്തെ സിനിമ ഒരു കഥയും പറ്റുന്നില്ല. അത് സമയത്ത് ചില ആളുകൾ ഉണ്ടായി. ഇന്ന് ആ വ്യൂവേഴ്സിന് പലരെയും നമ്മൾ കണ്ടുപരിചയം പോലുമില്ല. പലരും ഫീൽഡ് വിട്ടിട്ടുണ്ട്. അത് അന്ന് അവർ ചോദിച്ച പല ചോദ്യങ്ങളെയും നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നാണ് ആ കുട്ടിയുടെ ചോദ്യം. അധികം ഇപ്പൊ ഇവിടെ നിൽക്കുന്ന എത്രമാത്രം ആളുകൾക്ക് അറിയും എന്ന് എനിക്കറിയില്ല. ഈ കാനഡക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മനഃശാസ്ത്രം ഞാൻ പറഞ്ഞുതരാം. അവർക്ക് ഒരിക്കലും ഈ ലോകത്ത് ഒരാളോടും പ്രത്യേകിച്ച് സ്നേഹമോ പ്രത്യേകിച്ച് ദേഷ്യമോ ഇല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നതല്ലാണ്. എന്തെങ്കിലും ഒരിക്കൽ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിലും നിങ്ങളുടെ വീട്ടിലും ആ ശൈലികൾ വരാൻ സാധിക്കും. അവരൊരു പഴയമായിട്ട് അവരുടെ ഉദ്ദേശം എങ്ങനെയെങ്കിലും റീച്ചുണ്ടാക്കുക, 10 മനുഷ്യന്മാരെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ചിലപ്പോൾ നമ്മുടെ വീട്ടിന്റെ അടുത്തൊരു കൊലപാതകം നടക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം വരും. ഉടനെ തന്നെ നിങ്ങളോട് ചോദിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളോട് പറയാനുള്ളത്. എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ തന്നെ ഫേമസ് ആവുകയോ നിങ്ങളുമായി ബന്ധപ്പെട്ട ആൾ എന്തെങ്കിലും ഒരു വികൃതി കളിച്ച് നിങ്ങളടുത്ത് അഭിപ്രായം ചോദിച്ചു വരുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ സംസാരിക്കാവൂ. ഞാൻ പറയുന്നു, ഇതിന്റെ പേരിൽ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് പോയിന്ന് വരും. ഞാൻ പറയുന്നത് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പോകിയാൽ ഒരു കോളനിയിലോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളാണ് പറഞ്ഞത്. പിന്നെ അവിടെ ആളും മനുഷ്യനൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ ചെന്നില്ലേ വെച്ചാൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. എനിക്കറിയാം അവനെ ആയിരിക്കും ഭാര്യയെ കൊന്നു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയത്ത് ലൈഫ് കിട്ടിയ ഒറ്റ മുഖം വന്നേ നേരിട്ടു കേട്ടോ. ഒരു ജഡ്ജിയുടെ മുന്നിൽ നിങ്ങൾ പറഞ്ഞ സാധനം വെച്ച് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും എന്ന് ചോദിച്ചാൽ നിങ്ങൾ അതുകൊണ്ട് പറഞ്ഞ് നടക്കേണ്ടി വരും. അല്ലെങ്കിൽ അതിന്റെ തെളിവ് വേണം. ഞാൻ എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്. ഇനിയിപ്പോ നല്ല കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ മകനോ മകളോ ഒരു IAS ഓഫീസറായി സങ്കല്പിക്കുക. അമ്മ പറയൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലർക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് വരികയാണ്. ഒരിക്കലുമല്ല. കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയ നിങ്ങളുടെ മകളെ അപമാനിക്കലാണ് അവരുടെ ലക്ഷ്യം. നിങ്ങൾ അബദ്ധത്തിൽ ഒരു വാക്ക് എന്റെ മോളെ ഇംഗ്ലീഷ് നല്ലതാണ്, മോള് പണ്ടേ നന്നായിട്ട് ഹിന്ദിയൊക്കെ പറയുന്നു എന്ന് പറഞ്ഞാൽ അമ്മയുടെ അഹങ്കാരം നോക്കൂ എന്ന് പറഞ്ഞിട്ടാണ് കെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല വരുന്നത്. ആ പഠിച്ചുണ്ടാക്കിയ നിങ്ങളുടെ മകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മകനെ എങ്ങനെ പാഠം വെക്കാം, അവർക്ക് പണി കൊടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയിട്ടാണ്. ഇത്രയും ഫസ്റ്റ് മനസ്സിലാക്കാം. മനഃശാസ്ത്രം. അപ്പൊ ഞാൻ പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് വരികയാണെങ്കിൽ ഇവർക്ക് ഇപ്പോഴാ വേണ്ടത് ഒന്നുകിൽ സന്തോഷപ്പെട്ട് കരയണം, അല്ലെങ്കിൽ സന്തോഷപ്പെട്ട് അപ്പം തന്നെ നന്നേക്ക് വരികയാണ്. അല്ലാതെ നിങ്ങളുടെ ഒരാൾ ചോദിക്കുന്നു നിങ്ങൾ വളരെ ശാന്തമായി മറുപടി പറയുന്നത് അല്ല വേണ്ടത്. എന്നാൽ ഞാൻ ഇവരുടെ ഈ ഒരു മൂന്നാമത്തെ ചാനലിന് വേണ്ടി കരയാം എന്ന് പറയുന്നത് എനിക്ക് മാനസികമായിട്ടുണ്ടാക്കിയ കാര്യമാണ്, നടക്കൂല. എങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇരിക്കുന്ന മിമിക്രിക്കാരോട് പറയുന്നു, അവർക്ക് ഉച്ചഭക്ഷണമാണ് ഇവർ കൊടുക്കുന്നത്, സന്തോഷപ്പെട്ട് കുറച്ച് പൈസയും കിട്ടും. ഇതിനെ കുറിച്ച് നിങ്ങൾ ചോദ്യത്തിനാണ്. ഞാൻ ഒരിക്കലും ചാനലിനെ കുറിച്ച് പറയില്ല, കാരണം അവരിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ആ പരിപാടിയിൽ അവർക്ക് എന്ത് വേണമെങ്കിൽ ചോദിക്കാം എന്നാണ് എന്റെ പെർസെപ്ഷൻ. അപ്പോൾ ഈ മിമിക്രിക്കാരോട് പറയും സന്തോഷപ്പെട്ട് ഞാൻ മാക്സിമം ചോദിക്കണം. ഇത് നിങ്ങൾ അറിയാത്ത കാര്യം. സന്തോഷപ്പെട്ടിനോട് പറയും മിമിക്രിക്കാരൻ ഇങ്ങനെയൊക്കെ പറയും, നിങ്ങൾ അവരെ തലക്കി വിളിക്കണം. തീർന്നു. ഒരു പരിപാടിയിൽ ഞാൻ മാക്സിമം കഴിച്ചു പിടിക്കാട്ടോ 40 മിനിറ്റാണ് ഇവർക്ക് ഔട്ട് വേണ്ടത്. 4 മണിക്കൂർ കഴിഞ്ഞു. വീണ്ടും ബ്രേക്കാണ് പോയി ഒരു വശത്ത് വീഴുന്നില്ല. ഞാൻ അതിന്റെ പ്രൊഡ്യൂസറോട് ചെല്ലേട്ടാ ഈ നാട്ടം തീരാനായി ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ ഉത്തരം
ആ മിമിക്രിക്കാരനെ എന്തൊക്കെ പറഞ്ഞു ചോദിച്ചു. നിങ്ങൾ ഇങ്ങനെ തിരിച്ച് മോനെ കരളെ നിങ്ങൾ തന്തയ്ക്ക് വിളിച്ചോ, എപ്പോ തന്തയ്ക്ക് വിളിക്കുന്നു അവിടെ ഞാൻ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുള്ളൂ. അപ്പൊ ഞാൻ ശാന്തമായി പറഞ്ഞ കാര്യങ്ങളെ മുഴുവൻ ഡിലീറ്റ് ചെയ്ത് അവസാനത്തെ സെക്ഷനിൽ ഞാൻ പറയാൻ നിർബന്ധിതനാവുന്നു. എന്തുകൊണ്ട് നിർബന്ധിതനായി? അവിടെ നടക്കുന്നതാണ്, ഞാൻ ഷർട്ടിട്ടിട്ട് ആളുകൾ ചെന്നതെങ്കിൽ ഈ മിമിക്രിക്കാരോട് ഇത് പറയും, നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് കോട്ടിട്ടില്ല. ഈ കോട്ടിട്ട് തന്നെ ചോദിക്കും നിങ്ങൾ എങ്ങനെ കോട്ടിടുക. ഞാൻ ചെരുപ്പാണ് ഉപയോഗിച്ചതെങ്കിൽ എന്തുകൊണ്ട് ഷൂട്ടില്ല, ഷൂട്ടിടാൻ ചെന്നെങ്കിൽ എന്തുകൊണ്ട് ഷൂട്ടും. ഇങ്ങനെ എന്ത് ചെയ്താലും അവിടെ പ്രശ്നമാണ്. ഞാൻ 5 ലക്ഷത്തിന് പണം എടുത്താൽ എങ്ങനെയാണ് നിങ്ങൾ 5 ലക്ഷത്തിന് പണം എടുക്കുക? ഇനി ഞാൻ 250 കോടിയുടെ പണം എടുത്താൽ അവര് മിമിക്രിക്കാരോട് ചോദിക്കും, ഈ കേരളത്തിൽ ഇത്തിരി പട്ടിപാവങ്ങൾ ഉണ്ടാകും, നിങ്ങളൊക്കെയാണ് 250 കോടിയുടെ പണം എടുക്കുക, അതൊക്കെ നശിപ്പിക്കാനല്ലേ എനിക്ക് ചോദ്യം വരിക. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മിമിക്രിക്കാർക്ക് വേണ്ടത് ചീത്തയും തെറിയും വിമർശനങ്ങളുമാണ്. നിങ്ങൾ കണ്ട പല പരിപാടികളിലും ഈ ഓൺലൈനിൽ പല ചോദ്യങ്ങൾ ചോദിച്ച് പ്രോഗ്രാം, അതിൽ കോടികൾ കൊടുക്കുന്ന പല സമയത്തും അതിന്റെ ഓപ്പോസിറ്റിൽ ഇരിക്കുന്ന പല കണ്ടസ്റ്റൻസും കരയുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏട്ടാ ഇവിടുന്ന് കിട്ടുന്ന 25 അല്ല 1 കോടി കൊണ്ട് വേണം എനിക്ക് വീടുണ്ടാക്കാൻ, ഈ വീടൊന്നും എന്റെ അവസ്ഥ ഞാൻ ഭയങ്കര ദരിദ്രാവസ്ഥയാണ്. ഒരിക്കലും അങ്ങനെ ആവണമെന്നില്ല. ഇത് സ്ക്രിപ്റ്റഡ് ആണ്, അവരവിടെ പറഞ്ഞു കൊടുക്കുന്നതാണ്. കാരണം നിങ്ങളെ കണ്ണീര് വിട്ടിട്ട് വേണം ഈ പരിപാടിക്ക് റേറ്റിംഗ് ഉണ്ടാക്കാൻ. കുട്ടികളായ നിങ്ങൾ അതെല്ലാം കണ്ട് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നതാണ് വിഷയം. ഞാൻ പറഞ്ഞ എല്ലാ പരിപാടി എന്നല്ല, എല്ലാവരും എന്നല്ല. അതായത് ഒരു കണ്ടസ്റ്റന്റിനെ മുന്നിൽ കൊണ്ടുവന്നാൽ ഇവരെ സെഞ്ചി ഇപ്പൊ എന്നോട് പറഞ്ഞാലും വേറൊരുപാട് അവരോട് പറയുന്നത്. അവർക്ക് ഇനി വീടുണ്ടെങ്കിലും നല്ല സെറ്റപ്പിൽ ജീവിക്കുന്നവരാണെങ്കിലും അവര് പറയുക എന്താണ്, വീടൊന്നുമില്ല, ഭയങ്കര കഷ്ടമാണ്, ഇവിടുന്ന് ഇപ്പൊ 10 ലക്ഷം കിട്ടിയാൽ കുറച്ചെങ്കിലും ബാങ്കിൽ അടയ്ക്കാന്നൊക്കെ പറയുമ്പോ നിങ്ങൾ ഇവിടുന്ന് SMS അയക്കും. SMS അയക്കുമ്പോ 3 റുപ്യ അവിടെ കിട്ടുമ്പോ കാൻഡിഡേറ്റ് 1.5 റുപ്യ വെച്ച് കിട്ടും. ഇതേപോലെ റിയാലിറ്റി ഷോകളിൽ ആര് നിൽക്കണം ആര് പോകണം എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ ഇവിടെ വ്യക്തികളായ നിങ്ങൾ കുറെ SMS അയക്കുമ്പോൾ അവർക്കൊരു പൈസ കിട്ടുന്നു, കിട്ടുന്നതിന്റെ പകുതി ചാനലുകാർക്ക് കിട്ടുന്നു. ഇതൊക്കെ ഒരു ബിസിനസ്സാണ്. എല്ലാം തെറ്റാണെന്നല്ല പറയുന്നത്, ഇത് കൂടിയൊന്നും അതിന്റെ വ്യക്തിത്വം നല്ലതാണ്. ശരി, നിങ്ങൾ ചോദ്യത്തിലേക്ക് വരാം. അവരോട് ഇപ്പോൾ എന്ത് തോന്നുന്നു? നേരത്തെ പരിപാടിയിലേക്ക് പോകാം. അപ്പൊ 4 സെക്ഷൻ ഇതേപോലെ ഒന്നും അല്ലാതെ വന്നു. അവസാനത്തെ സെക്ഷനിൽ മിമിക്രിക്കാരൻ അറ്റ കൈ പ്രയോഗമാണ്. 5 ലക്ഷത്തിന്റെ പണമല്ലേ, ആർക്കും ചെയ്യാം. ഇതാണ് ഈ 4 മണിക്കൂർ ഞാൻ കേൾക്കുകയാണ്. ഒരേ കാര്യം ക്ഷമ കണ്ട് അതിന്റെ അപ്പുറത്തേക്ക് എത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ നീ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞു ഉറപ്പുണ്ടെങ്കിൽ നീ ഒരു സിനിമ ചെയ്ത് കാണിക്കേ, എന്നാലും ഈ പരിപാടിക്ക് ഇവിടെ നിൽക്കൂല. അല്ലെങ്കിൽ ഇത് 2 ദിവസമായാലും ഈ 40 മിനിറ്റിന്റെ പരിപാടി നിൽക്കൂല. മിമിക്രിക്കാരനെ തന്തയ്ക്ക് വിളിച്ചില്ല എന്നുള്ള പ്രശ്നം. ഇത് കട്ട് ചെയ്തിട്ട് വേണം ഇവർക്ക് പ്രൊമോ നിങ്ങളെ കാണിക്കാൻ. ശരി, അപ്പൊ ഇങ്ങനെ പറയുന്നു, ഞാൻ പ്രൂവ് ചെയ്യും. തന്ത ഒന്നാണ് നിങ്ങൾ പ്രൂവ് ചെയ്യാൻ പോവാണ് നമ്മുടെ മിമിക്രിക്കാരൻ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ സിനിമയിൽ 7 പാട്ടും പ്ലസ് ഒരു ഇംഗ്ലീഷ് സോങ് ആണുള്ളത്. മിമിക്രിക്കാരൻ പറഞ്ഞു ഞാനും എഴുതും ഒരു ഇംഗ്ലീഷ് സോങ്. ഞാൻ ചോദിച്ചു മലയാള പാട്ട് എഴുതിക്കുന്നോ? എന്താ വിദ്യാഭ്യാസം? 9ാം ക്ലാസ്. കമ്പ്യൂട്ടർ ഓൺ ഓഫാക്കാൻ അറിയോ? ഇല്ല. ഗ്രാഫിക്സും ആനിമേഷനും ക്യാമറ ഒഴികെ എല്ലാം ചെയ്യും എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു കമ്പ്യൂട്ടർ ഓൺ ഓഫാക്കാൻ അറിയില്ല. ഇവരൊക്കെയാണോ സന്തോഷ് പണ്ഡിറ്റിനെ വെല്ലുവിളിക്കാൻ പോകുന്നത്? അപ്പൊ ഇവിടെ പറയുന്നവരും കേൾക്കുന്നവരും നിങ്ങൾക്കും അറിയാം ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷേ പരിപാടിയുടെ റേറ്റിംഗിൽ ഇത് ആവശ്യമാണ്. ഇങ്ങനെ തന്തയ്ക്ക് വിളി കഴിഞ്ഞതിന് ശേഷം ഇവൻ അപ്പൊ അവിടെ വേറൊരു മിമിക്രിക്കാരനെ ദേഷ്യം പിടിക്കുകയാണ്. നിങ്ങളെ ശ്രീകണ്ഠനാരീശ്വരൻ അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ കണ്ടിട്ടോ എനിക്ക് അറിയില്ല. നിങ്ങളെ പടത്തിൽ എന്തിനാണ് 8 പെൺകുട്ടികൾ എന്നാണ് അവൻ ചോദിച്ചത്. കണ്ടിട്ടുണ്ടോ അല്ലെ? നിങ്ങൾക്ക് 1 പോലെ 8 ആവശ്യം എന്താ? അപ്പൊ ഇങ്ങനെ അത് പറയുന്നത് ഇവരൊക്കെ സ്കിറ്റ് ചെയ്യുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് സ്കിറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്കിറ്റിലൊക്കെ പെൺകുട്ടികളെ കിട്ടുകയായിരുന്നു. ഇപ്പൊ പെണ്ണ് കിട്ടാനില്ല, എന്നാൽ ആണിനെ പെണ്ണാക്കിയിട്ടാണ്. ഇതൊക്കെ നോക്കിയാൽ അറിയാം. പല മിമിക്രി സ്കിറ്റുകളിലും പെൺകുട്ടികളെ കിട്ടാത്തതുകൊണ്ട് ആണിനെ പെണ്ണാക്കും. അപ്പൊ ഞങ്ങളെയൊക്കെ അവസ്ഥ എങ്ങനെയാകുമ്പോ ഈ സന്തോഷ് പണ്ഡിറ്റിന്റെ കൂടെ അഭിനയിക്കാൻ പെൺകുട്ടികൾ ക്യൂ ആണ്. എന്തിനെ വെച്ചു ഇതാണ് ചോദ്യം. ഞാൻ പറഞ്ഞ സന്തോഷ് പണ്ഡിറ്റിന്റെ സ്വഭാവം നല്ലതായിരിക്കും അങ്ങനെ എടുക്കാറ്. കാരണം ഞാൻ പറഞ്ഞ എനിക്ക് നിങ്ങളുടെ റിവേഴ്സ് ആയിരുന്നു എന്റെ അവസ്ഥ. എനിക്ക് ആദ്യത്തെ സിനിമയിൽ 8 കിട്ടാൻ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ പുതുമുഖമായിട്ട് തോന്നുന്നുണ്ട്. ആരാ സന്തോഷ് പണ്ഡിറ്റ്?
അയാള് മുൻകാലങ്ങളിൽ ആരുടെ അസിസ്റ്റന്റ് ആയിരുന്നു അസോസിയേറ്റ് എന്ന് ചോദിച്ചിട്ടു. അപ്പൊ എനിക്ക് ഉത്തരമില്ല, കാരണം ഞാൻ മുൻകാലങ്ങളിൽ ആരുടെ അസിസ്റ്റന്റായി പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ തുടക്കം ഞാൻ എട്ടണത്തിന് കിട്ടാൻ ബുദ്ധിമുട്ടിയതാണ്. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് എന്റെ സിനിമയിൽ അഭിനയിക്കാൻ ഒരാളെ ബുദ്ധിമുട്ടിയില്ല. കാരണം ആദ്യ സിനിമയിൽ വന്ന കുട്ടികളാണ് രണ്ടാമത്തെ സിനിമയിൽ വരുന്ന കുട്ടികൾ ഒബ്വിയസ്ലി വിളിച്ച് ചോദിക്കുന്നുണ്ടാവും ഇയാളുടെ സ്വഭാവം എന്താണ്, എന്തോ ആയിക്കോട്ടെ. അപ്പൊ 12ാമത്തെ സിനിമ കേരള ലെവലിൽ നമ്മൾ സിനിമ ചെയ്യുമ്പോഴും സന്തോഷ് പണ്ഡിറ്റിന് കൃത്യമായ ബോധ്യമുണ്ട് 13ാമത്തെ സിനിമയിലേക്ക് എനിക്ക് 8 കിട്ടണമെങ്കിൽ ഈ സിനിമയിൽ അഭിനയിച്ച കുട്ടികളല്ലേ അഭിപ്രായം പറയേണ്ടത്. ആലോചിച്ചു, ഞാൻ മനഃശാസ്ത്രമാണ് പറയുന്നത്. അപ്പൊ ഒരുവിധം സ്വഭാവം നന്നായ മാത്രമേ അടുത്ത വർക്കിൽ ആളെ കിട്ടൂ, ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം ആദ്യകാലങ്ങളിൽ സ്കിറ്റിലെ കുട്ടികളെ കിട്ടി, പിന്നെ കിട്ടിയില്ല എങ്കിൽ ആദ്യ സ്കിറ്റിൽ വന്ന പെൺകുട്ടികൾ കൊടുത്ത ഫീഡ്ബാക്ക് ആണ് ഇന്നും ആണിനെ പെണ്ണാക്കേണ്ട ഗതികേട് ഇവർക്കുണ്ടാവുന്നത്. ഇങ്ങനെയും പറഞ്ഞിട്ട് അപ്പൊ അന്ന് വിമർശിച്ച പല ആളുകളും ഒന്നുമല്ലാതെ വരികയും കഥോട്ടയിൽ ഇങ്ങനെയും വന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഇവരെന്താണെന്നും സന്തോഷ് പണ്ഡിറ്റ് എന്താണെന്നും എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. സിനിമ പിടിക്കാൻ സാറ് തയ്യാറാണോ? പിന്നെ അതിനകത്ത് ഈ പഴയ നായികമാരും കൂടെ ചേരാനുള്ള സാധ്യതയുണ്ടോ? ചെയ്യാൻ സാധ്യതയുണ്ടോ? അതാണ് ചോദ്യം. ഞാൻ പറയുന്നു, ഒരു സിനിമയ്ക്ക് വേണ്ടത് ഒരു നിർമ്മാതാവാണ് വേണ്ടേ, പണം മുടക്കുന്ന ഒരാളാവശ്യം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പണം മുടക്കുന്ന ആളുകളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതകാലം മുതൽ 5 ലക്ഷത്തിന് ചെയ്യുന്ന ഞങ്ങൾക്ക് വാക്ക് കൊടുത്തില്ല. നിർമ്മാതാവ് വരികയാണെങ്കിൽ പിന്നെ നമ്മുടെ പരിശീലനം ചെയ്യുമ്പോൾ ആ പൈസ ഷുവറായി തിരിച്ചു കിട്ടണം. അതുകൊണ്ട് നമ്മളിപ്പോ കഴിയുന്ന കള്ളും കല്ലാവൊക്കെ ഒഴിവാക്കി സിനിമയിൽ വരുന്ന ആണായാലും പെണ്ണായാലും ഞാൻ ഈ നാട്ടുകാർക്ക് പറയാറുണ്ട്, എന്റെ സിനിമാ സെറ്റിൽ കള്ളും കല്ലാവൊന്നുമില്ല. അതുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പിടിച്ച് പുറത്താക്കും. രാവിലെ 7 മണി തന്നെ കറക്റ്റ് 7 മണിക്ക് എത്തിക്കണം, 9 മണി തന്നെ 9 മണി വരെ. പരമാവധി ലോജിക്കൊന്നുമില്ല. ആണായാലും പെണ്ണായാലും അവരുടെ വീട്ടിലേക്ക് പോകാം. വളരെ ലോകത്ത് വരുന്ന കുട്ടികളാണെങ്കിൽ മാത്രം നമ്മൾ അവർക്ക് ലോകത്ത് കൊടുക്കും. എന്നാലും ഞാൻ എന്റെ വീട്ടിലെത്തി നിർത്തിയിലേക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ഞാൻ എക്സ്പെൻസ് കുറയ്ക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെയാണ് എന്റെ കഴിഞ്ഞ സിനിമകളിലെയും മറ്റുള്ളവരെ പല കുട്ടികൾക്കും അവസരം